ബോംബേനെ പറ്റി പറയാം. ബോംബെ ഒരു പക്ക പാക്കേജ് സിനിമയാണല്ലോ. ശരിക്കും ഷാഫിക്കയുടെ സിനിമകളുടെ ജോണറിലാണ് ശരിക്കും സിനിമ. ശരിക്കും പറഞ്ഞാൽ അന്ന് ഷാഫിക്ക് എടുത്ത ഭയങ്കര റിസ്ക് അല്ലേ. ബിബിൻ ചേട്ടൻ നായകൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാരും പറഞ്ഞൊരു സംഭവം പിന്നെ കുറെ സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്. ശരിക്കും ഷാഫിക്കിനോട് ചോദിച്ചു എന്താ ഞാൻ എന്നെ നായകനാക്കാൻ, അങ്ങനത്തെ ഒരു കാരണം ചോദിച്ചു. ശരിക്കും അതില് ബേസിക്കലി സ്ക്രിപ്റ്റ് നല്ല സ്ട്രോങ് ഡിസിഷൻ ആയിരുന്നു. ഷാഫി സാർ ആദ്യം, ഷാഫിക്കാന്ന് ഞാൻ പറയുന്നത്, ഷാഫി സാറ് ആദ്യമായിട്ടൊരു പുതുമുഖത്ത് വെച്ചെടുക്കുകയാണ്. അപ്പൊ അതിന് ഷാഫി സാറിന്റെ അതേ റിസ്ക് ഉണ്ട് ആൽവിൻ ആന്റണി ചേട്ടനും യുജിഎം ടീമിനും, പ്രൊഡ്യൂസേഴ്സ്. യുജിഎം തന്നെയല്ലേ അമർ അക്ബർ അന്തോണി? യുജിഎമാണ് അമർ അക്ബർ അന്തോണി, യുജിഎമാണ് കട്ടപ്പന ഋത്തിക് റോഷൻ, യുജിഎമാണ് ബോംബ് കഥ. ഞങ്ങളൊക്കെ ചേർന്നേക്കണ എല്ലാ പടങ്ങളും അത്യാവശ്യം നന്നായി പോയ സിനിമകളാണ്. അപ്പം അതേ റിസ്ക് ഉണ്ടായിരുന്നു. ഷാഫി സാറിനോട് ഞാൻ എന്തുകൊണ്ടാണെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം എനിക്കിപ്പോഴും അതിൻ്റെ ഒരു ധാരണ ആയിട്ടില്ല. നിങ്ങൾക്കൊക്കെ ഞാൻ വേറെ ഈ അടുത്ത ആരോട് പറഞ്ഞു, നീ നായകനാനെന്താ കുഴപ്പമെന്നൊക്കെ എന്നോട് ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് വെറുതെ തോന്നണതാണ്. അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല ഇവിടെ, അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. ഇവനൊക്കെ എൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്നവനാണ്. എൻ്റെ വേറെ രീതിയിലൊക്കെ എൻ്റെ കണ്ണീരും കരച്ചിലൊക്കെ കണ്ടുള്ള ആളാണ് ഇവനൊക്കെ. ഇവനല്ല എൻ്റെ ഒരുപാട് കൂട്ടുകാർ. ഇവൻ ആർക്കും ചിന്തിക്കാൻ പറ്റൂലെന്നേ. നമ്മൾ അങ്ങനെ ഒരു അതിൽ നിന്നാണ് നമ്മൾ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ, എൻ്റെ മനസ്സിൽ വിനയൻ സാറായിരിക്കും ചിലപ്പോൾ എന്നെ കൊണ്ടുവരുന്നതെന്നൊക്കെയാണ് എൻ്റെ ഉള്ളിൽ. പിന്നെ പക്രുച്ചേട്ടൻ എൻ്റെ മുമ്പിൽ ഒരു വലിയ ഉദാഹരണമായിട്ട് ഉണ്ടായിരുന്നു. ഞാൻ പക്രുച്ചേട്ടനെയാണ് ആ കാര്യത്തിലൊക്കെ ഒരു ഹീറോ ആയിട്ട് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പക്രുച്ചേട്ടനെക്കാളും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്രുച്ചേട്ടൻ അങ്ങനെ ഒന്നും ഇതില്ല. പക്ഷെ പക്രുച്ചേട്ടൻ്റെ കോൺഫിഡൻസും പക്രുച്ചേട്ടൻ്റെ കണ്ണിങ്ങും ഉണ്ട്. ഷാർപ്പാണ് പക്രുച്ചേട്ടൻ. കമന്ററി പറഞ്ഞ കാര്യങ്ങൾ ഓർത്താൽ മതി നിങ്ങൾ. മനോരമയിലൊക്കെ നിന്നിട്ടേ ഞാനൊക്കെ ചിലപ്പോൾ കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ന് വലിഞ്ഞൊക്കെ പോകും. പക്ഷെ അദ്ദേഹം കമന്റ് പറയുന്ന രീതി കണ്ടാൽ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി മനുഷ്യനാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കാലത്ത് നിന്നിട്ട് ഇങ്ങനെ ഒരു നായകനാവണം, എനിക്കത് വെറും അപ്പോഴും എൻ്റെ ഉള്ളിൽ വെറും നായകനായാലും പോരാ, എനിക്ക് ഡാൻസ് ചെയ്യണം, എനിക്ക് ഫൈറ്റ് ചെയ്യണം, എനിക്ക് എല്ലാവരെയും പോലെ എല്ലാം ഉണ്ട്. അപ്പൊ എന്നോട് ഈ അടുത്ത് നീ കണ്ടിട്ടുണ്ടാവല്ലോ മറ്റേ ചാർലി ബാർലിയുടെ, നമ്മൾ തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ബാർലിയുടെ. അതായത് എന്നെ ട്രോളിയൊക്കെ എല്ലാവരും ചോദിച്ചു ബിബി വിഷമോ ഇല്ലെന്ന്. ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞത് ഞാൻ കുഞ്ഞുനാളില് ഇതിന്റെ അപ്പുറം കേട്ടിട്ടില്ല. ഞാൻ വളരെ ഞാൻ അവരോടൊക്കെ താങ്ക്സ് പറയുകയാണ്. എന്നെ നിങ്ങളൊക്കെ പരിഗണിച്ചല്ലോ നടനായിട്ട്. ട്രോൾ എന്ന് പറയുന്നത് അതൊരു വേറൊരു കലയാണ്. നല്ല പണിയെടുക്കണം അതിന്, ചില്ലറ കാര്യമൊന്നുമല്ല. അവരെന്നെ കളിയാക്കുകയാണെങ്കിൽ എന്നെ അവര് നടനായിട്ട് അംഗീകരിച്ചു എന്നാണ് അർത്ഥം. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സന്തോഷമുള്ളൂ അങ്ങനെ ട്രോള് കൊണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ പറയുമല്ലോ, അവരോടും ഇത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരിക്കലും എനിക്ക് ഇല്ലില്ല, ഞാൻ ചാകുമ്പോഴേ ഇത് നിർത്തുള്ളൂ. അത് നിങ്ങൾ എന്നെ വിഷമിപ്പിക്കാന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഞാൻ ചാകുമ്പോൾ ഈ പരിപാടി നിർത്തുള്ളൂ. അതൊക്കെ എനിക്ക്, അത് മാത്രമല്ല എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ഈ എന്താ പറഞ്ഞു വന്നത്, എന്തായിരുന്നു നമ്മള് ഷാഫി അപ്പൊ സാറിന്റെ കേസിൽ തിരിച്ചു വരാം. സാറിന്റെ കേസിൽ എനിക്ക് സാറിനോടുള്ള ഏറ്റവും വലിയ നന്ദി എന്ന് പറയുന്നത് എല്ലാം ഉള്ളൊരു ഹീറോ ആയിട്ടൊരു ഇത് തന്നു എന്നുള്ളതാണ് ബോംബ് കഥയിൽ. അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല.